ഹരേ കൃഷ്ണ. പ്രാണവൃന്ദാവനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു കൃഷ്ണാനുഭവമാണ് പറയുന്നത്. വീടിൻ്റെ മുറ്റത്ത് ഒരു പ്ലാവുണ്ടായിരുന്നു. വർഷങ്ങളായി അത് കായ്ക്കാതിരിക്കുകയാണ്. അഥവാ കായ്ച്ചാൽ തന്നെ കുഞ്ഞിലേ തന്നെ പൊഴിഞ്ഞു പോകുമായിരുന്നു. അമ്മ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, പ്ലാവേ, നീ ഒന്ന് കായ്ച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരിക്കൽ അമ്മ ഇങ്ങനെ ഭഗവാനോട് പ്രാർത്ഥിച്ചു, കൃഷ്ണ ഗുരുവായൂരപ്പ, എൻ്റെ പ്ലാവിൽ ചക്ക കായ്ച്ചാൽ അതിൽ ഒരു ചക്ക ഞാനിവിടെ കാണിക്കയായി ഗുരുവായൂർ സമർപ്പിച്ചോളാന്ന്. അങ്ങനെ ഒരു ദിവസം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പ്ലാവിലതാ 2 ചക്ക കായ്ച്ചു വരുന്നു. അമ്മയ്ക്ക് സന്തോഷമായി. ഏതായാലും 2 ചക്ക, അതിലൊരു ചക്ക കണ്ണനും ഒരു ചക്ക എനിക്കുമാണല്ലേ കള്ളക്കണ്ണ എന്നും പറഞ്ഞ് അമ്മ കുസൃതിയോടെ കണ്ണനെ നോക്കി ചിരിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഓരോ ദിവസവും ചക്കയുടെ വലിപ്പം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് അമ്മ. അപ്പോഴാണ് അമ്മ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ചക്കയിലെ ഒരു ചക്ക നന്നായി വലിപ്പം വെക്കുന്നുണ്ട്, ഒരു ചക്കയാണെങ്കിലോ വലുതാവുന്നേ ഇല്ല. അപ്പോൾ അമ്മ ഒരു കാര്യം പറഞ്ഞു, അതിലേ ചെറിയ ചക്ക കണ്ണനും വലിയ ചക്ക എനിക്കുമാണ് അല്ലേ കണ്ണ എന്ന്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ചക്കയെ വീക്ഷിച്ചു കൊണ്ടേയിരുന്നു, ഒരു മാറ്റവും ഇല്ല. അപ്പോൾ അമ്മ പറഞ്ഞു, ആ വലിയ ചക്കയുടെ പകുതി എനിക്കും പകുതി നിനക്കും, അങ്ങനെയാകാം അല്ലേ കണ്ണാന്ന്. അങ്ങനെ ചക്ക പാകമായപ്പോൾ അമ്മ ചക്ക എടുത്ത് ഇട്ട് നോക്കിയപ്പോഴാണ് അത്ഭുതം കാണുന്നത്. ആ അത്ഭുതം എന്താണെന്നോ, ആ വലിയ ചക്കയും ചെറിയ ചക്കയൊക്കെ താഴെ ഇട്ട് നോക്കിയപ്പോഴേ വലിയ ചക്കയുടെ മുകൾ ഭാഗം ഒരു താമരമൊട്ട് പോലെ അല്ലെങ്കിൽ ഒരു കദളിപ്പഴത്തിൻ്റെയൊക്കെ ഇതുപോലെ ഇങ്ങനെ കൂമ്പിച്ച് നിൽക്കുകയാണ്. താഴെ മാത്രമേ ഉള്ളൂ ചക്കയുടെ രൂപം എന്നുള്ളത്. അമ്മ താഴെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ചക്കയാണ് കാണുന്നത്. താഴെ ഇട്ട് നോക്കിയപ്പോഴാണ് അതിൻ്റെ മുകൾ ഭാഗം എന്താണ്, ചക്കയുടെ രൂപമല്ല എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അതിശയകരമായിട്ടുള്ള ഈ അനുഭവം, അമ്മയുടെ അനുഭവം നേരത്തെ പല ചാനലുകളിലും വന്നിരുന്നു. ഇത് കേട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ വളരെ അത്ഭുതവും അതിശയവും ഭക്തിയും ഒക്കെ വർദ്ധിച്ചു. ഭഗവാന്റെ ലീലകൾ ഇന്നും ഈ ഒരു കലിയുഗത്തിലും നിറഞ്ഞാടുകയാണ്. ഭഗവാനെ മുറുകെ പിടിച്ചോളൂ, നമ്മുടെ കൂടെ ഉണ്ടാവും അദ്ദേഹം. നാം ഭക്തരുടെ വേദന ഭഗവാൻ ഒരിക്കലും സഹിക്കില്ല. ഭക്തരുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഫലമുണ്ടായിരിക്കും. ഭഗവാൻ അവരുടെ കൂടെ എല്ലായ്പ്പോഴും ഉണ്ടാകും. ചിലപ്പോൾ ചില പരീക്ഷണങ്ങളൊക്കെ നേരിടേണ്ടി വരും ജീവിതത്തിൽ. അത് ചിലപ്പോൾ നമ്മുടെ കഴിഞ്ഞ ജന്മത്തിലെ ചില തെറ്റുകളായിരിക്കാം, നമ്മുടെ കർമ്മദോഷങ്ങളായിരിക്കാം. അതെല്ലാം നമ്മൾ അനുഭവിച്ച് തീർക്കണം. പക്ഷേ അതിൻ്റെ കാഠിന്യമൊക്കെ ഭഗവാൻ കുറച്ച് തരും. ഭഗവാനോടുള്ള പ്രാർത്ഥന, അകമൊഴിഞ്ഞ പ്രാർത്ഥന, പരിശുദ്ധമായ പ്രാർത്ഥന, എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടല്ല കേട്ടോ ഭഗവാനെ വിളിക്കേണ്ടത്. നമ്മുടെ പരിശുദ്ധമായിട്ടുള്ള ഭക്തി, അതാണ് അദ്ദേഹം നോക്കുന്നത്. നിഷ്കളങ്കമായ ഭക്തി മാത്രമാണ് ഭഗവാനെ സമർപ്പിക്കേണ്ടത്. അല്ലാതെ കുറേ വഴിപാടുകളോ കുറേ കാര്യങ്ങളൊന്നും നമ്മൾ സമർപ്പിച്ചത് കൊണ്ട് ഒരു കാര്യവുമില്ല. നിഷ്കളങ്കമായ ഭക്തിയുടെ പുറത്ത് എന്ത് സമർപ്പിക്കുന്നതോ അതെല്ലാം ഭഗവാൻ സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. ഭഗവാന് ചില കുസൃതികളൊക്കെ കാണിക്കും, പക്ഷേ ഭഗവാൻ ഒരിക്കലും നമ്മളെ കൈവിടില്ല. നമ്മൾക്ക് വേണ്ട സമയത്ത്, നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മുടെ ആവശ്യം വളരെ മനോഹരമായിട്ട് ഭഗവാൻ നിറവേറ്റിത്തരും, നമ്മുടെ കൂടെ ഉണ്ടാക്കും, നമുക്ക് നേർവഴി കാട്ടിത്തരും, നല്ല വഴിയിലൂടെ നമ്മളെ സഞ്ചരിപ്പിക്കും. ഇനി എത്രത്തോളം ദുഷ്കൃതമായിട്ടുള്ള, എത്രത്തോളം ദുർഘടമായിട്ടുള്ള വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കേണ്ടി വന്നാലും അവിടെ നിന്നെല്ലാം ഭഗവാൻ നമ്മളെ കരകയറ്റുന്നുള്ളത് 100% ഉറപ്പാണ്. എത്രയോ അനുഭവങ്ങൾ, എത്രയോ സാക്ഷ്യങ്ങളുണ്ട്. ഇത് കാണുന്ന നിങ്ങൾക്കും ഇതുപോലെയുള്ള കൃഷ്ണാനുഭവങ്ങളുണ്ടാകും. അത് നമ്മളോട് പങ്കുവയ്ക്കാം. സർവം കൃഷ്ണാർപ്പണമസ്തു. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. താങ്ക് യു.